പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളവിടുന്ന് നമ്മുടെ ഒരു കല്യാണ ഫംഗ്ഷൻ ഉണ്ടായിരുന്നേ. സുഹൃത്തായ അനിൽകുമാറിൻ്റെ മകളുടെ കല്യാണമായിരുന്നു. അപ്പോൾ അത് ചോറ്റി അമ്പലത്തിൽ വെച്ചായിരുന്നു നടന്നത്. അപ്പോൾ നമ്മളവിടെ വന്നു. ഒത്തിരി ആൾക്കാർ, നമ്മുടെ പരിചയക്കാരും ബന്ധുക്കാരും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാവരെയും കണ്ടു. ഇങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ വരുമ്പോഴാണ് എല്ലാവരും കാണാൻ പറ്റുന്നത്. എല്ലാവരും ഒന്ന് കാണണം ഈ കല്യാണമൊക്കെ കാരണം അല്ലേ. ഇത് അനിത ചേച്ചി കേട്ടോ, നമ്മുടെ യൂട്യൂബ് ഫാമിലി മെമ്പറാണ്. പ്രതീക്ഷിക്കാതെ എവിടെ വെച്ച് കണ്ടു, ഓടി വന്ന് ഒത്തിരി വർത്താനമൊക്കെ പറഞ്ഞു. അങ്ങനെ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മള് ഈ കല്യാണവും ഉത്സവമൊക്കെ വരുമ്പോഴാണ് പോകുമ്പോൾ ആൾക്കാരെല്ലാം കാണാൻ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് എന്നാ ഫംഗ്ഷൻ നാട്ടിലുണ്ടെങ്കിലും എന്നാ പരിപാടി ഉണ്ടെങ്കിലും എങ്ങനെയും നമ്മൾ ഓടി ചെല്ലും. കല്യാണമൊക്കെ അതിഗംഭീരമായിരുന്നു. എല്ലാ പരിപാടിയും കഴിഞ്ഞു. നമ്മുടെ ആൾക്കാരെ എല്ലാം കണ്ടു, വർത്താനമൊക്കെ പറഞ്ഞ് സന്തോഷമായി കേട്ടോ. ഒത്തിരി പേരെ കണ്ടു. അച്ചമ്മച്ചയ്ക്കാണ് വർത്താനം പറഞ്ഞിട്ടൊന്നും തീരുന്നില്ല. സദ്യയൊക്കെ നല്ല അടിപൊളി സദ്യയായിരുന്നു. സദ്യയൊക്കെ കഴിച്ചു. നമ്മുടെ ഒരു മെമ്പറും കൂടെ കിട്ടാം, നമ്മുടെ അടുത്തിരുന്ന് കഴിച്ചേ. നമ്മൾ കല്യാണം എല്ലാം കഴിഞ്ഞേ നേരെ കയറി കുട്ടിക്കാനം വരെയായി. കോരിത്തോടിന് പോയില്ല. അച്ചമ്മച്ചിയെ നമ്മുടെ കസിന്റെ വണ്ടിയെ കയറ്റി വിട്ടു. ഇനി 2 ദിവസം കഴിഞ്ഞാലേ, അല്ല 3 ദിവസം കഴിഞ്ഞാൽ കോരിത്തോട്ടിൽ ഉത്സവമല്ലേ. ഇനി 3 ദിവസം കഴിഞ്ഞാൽ കോരിത്തോട് ഉത്സവം. അപ്പോൾ നമുക്കൊരു 4-ാം തീയതിയോ 5-ാം തീയതിയോ ഒക്കെ ആയിട്ട് വീണ്ടും കോരിത്തോട് പോകണം. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഡ്രൈവറിനെ നമ്മൾ മാറ്റി. ഡ്രൈവർ നമ്മൾ ഇനിയും പുറകിലത്തെ സീറ്റ് തരാം. ഇനി ഇവിടുന്ന് നല്ല വഴിയാ, അത്യാവശ്യം നോക്കി പയ്യെ അങ്ങ് പോയാൽ മതി കേട്ടോ. എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചു നോക്കിയിട്ട്? കുഴപ്പമില്ല. ഗിയറുള്ള വണ്ടി ഓടിക്കുന്നതിലും സുഖം അല്ലേ? ഇനിയിപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് പുറകെ ഇരിക്കാടാ. അത്യാവശ്യം പതുക്കെ ആണെങ്കിലും കൊണ്ടുപോയിക്കോളും നമ്മളെ. ബ്രേക്കും ക്ലച്ചും ഒക്കെ മാറിപ്പോകാതുണ്ടല്ലോ അല്ലേ? എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. എക്സ്പീരിയൻസ് ആകുന്നിടം വരെ നമുക്ക് പയ്യെ പോയാൽ മതി. ഒന്ന് നമ്മുടെ കൈക്കൊന്ന് പരിചയമായി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അത് കൊള്ളാം. ഇതിപ്പോൾ നമ്മൾ പള്ളിക്കുന്ന് കഴിഞ്ഞു കേട്ടോ. പള്ളിക്കുന്ന് കഴിഞ്ഞ് നമ്മൾ നേരെ ഏലപ്പാറ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓടിച്ചിട്ട് വിഷമമൊന്നും ഇല്ലല്ലോ? കുഴപ്പമില്ല. അങ്ങനെ വേണം. ഇത് കണ്ടോ, നല്ല അടിപൊളി തേയിലത്തോട്ടം കണ്ടോ. ഏലപ്പാറ ആകുമ്പോഴത്തേക്കിന് ശരിക്കും പേര് ഏലപ്പാറ എന്നാണേലും തേയിലപ്പാറയാ. നല്ല വ്യൂ പോയിന്റാ. എങ്ങനെയുണ്ട് സീനറി? അടിപൊളിയല്ലേ? നമ്മൾ എന്നാ പറഞ്ഞാലുവേ ഈ മനോഹരം എന്നുള്ള വാക്കൊന്നും പെട്ടെന്ന് വരികയല്ല. എല്ലാം അടിപൊളി എന്നാണ് കയറി വരുന്നത് അല്ലേ? നാളെ ആരാണ്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ അടിപൊളി എന്ന് പറയാതെ മനോഹരം എന്ന് പറയണമെന്ന്. എന്നാണ് ഏലപ്പാറ വളരെ മനോഹരമാണ്. ശ്രീമതി വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കയറിപ്പോട്ടെ. ഓടിച്ചു നോക്കിയിട്ട് വലിയ കുഴപ്പമില്ലല്ലേ? ഈ വലത് സൈഡ് ഗ്ലാസ് ഉണ്ട്, അതൊക്കെ പോയി തട്ടരുത് അതിനിട്ടൊന്നും കേട്ടോ. നമ്മളെങ്ങാനും വണ്ടി ഫ്രണ്ടിൽ ഇരുന്ന് ഓടിക്കുമ്പോഴേ അമ്മ പുറകെ ഇരുന്ന് വെച്ച് അമ്മ അച്ചമ്മച്ചി എല്ലാം കൂടെ അവിടെ ഇരുന്ന് മറ്റേ വിഷ്ണുരാജ് പറയുന്ന പോലെ തൃക്കാവടി തൃച്ചമ്പരത്തി എന്നൊക്കെ പറയുന്നത് കേൾക്കാം. ഇപ്പൊ എങ്ങനെയുണ്ട്? നിങ്ങളൊക്കെ എക്സ്പീരിയൻസ്ഡ് ഡ്രൈവർമാര്. അയ്യോ, ഓടിച്ച് പഠിക്കണ്ടേ? ഓടിക്കാൻ നേരം ഓരോരോ കാരണം, മാനുവല ഓട്ടോ, അന്നേരം ഓട്ടോമാറ്റിക്. ഇനി എന്നെ പറയുമെന്ന് നോക്കണം. ഇനിയിപ്പോ ഒന്നും പറയാനില്ല, ഇനി ഓടിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വണ്ടി ഇപ്പം ഏതായാലും കുട്ടിക്കാനത്ത് നിന്ന് എടുത്ത് നേരെയാക്ക്. കുട്ടിക്കാനത്ത് നിന്ന് എടുത്ത് നമ്മൾ ഏലപ്പാറ വരെ ആക്കിയിട്ടുണ്ടല്ലേ? പോട്ടെ, ഫ്രണ്ടിലൊന്നും വണ്ടി ഇല്ലല്ലോ. പുറകെ വരുന്ന വണ്ടിക്കാരൊക്കെ നിന്ന് വിഷമിക്കുന്ന കണ്ടില്ലേ? വണ്ടി ഇല്ലെങ്കിൽ പിന്നെ പോയാലെന്നാ കുഴപ്പം? അങ്ങനെ അങ്ങ് പോട്ടെ. ടൗണിൽ കൂടെ കേട്ടോ. ഏലപ്പാറ ടൗണിലെ തിരക്ക് കുറവായിരുന്നല്ലേ? വലത്തോട്ട് പിടിച്ച് കയറിപ്പോവും. നമ്മളെ വരുന്ന വഴിയിലുള്ള ഏറ്റവും മനോഹരമായ ഒരു പ്രദേശമല്ലേ? ഇവിടെ വരുമ്പോൾ എപ്പോഴും നല്ലൊരു ഫീലിംഗാണ്. എങ്ങനെയുണ്ട് വഴിയൊക്കെ? ഇവിടം വരെയൊക്കെ ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? ഞാനല്ലല്ലോ പറയേണ്ടത്, നിങ്ങളല്ലേ. പുരോഗമനമുണ്ട്. കുറച്ചുകൂടെ ഒക്കെ ശ്രദ്ധിച്ച് പോയാൽ മതി. അതായത് ബാക്കിൽ വരുന്ന വണ്ടി നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. 2 സൈഡ് മിററും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. സൈഡ് മിറർ നോക്കിയില്ല നമുക്ക് പുറകിൽ നിന്ന് വരുന്ന വണ്ടികളെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടുകയില്ല. മനസ്സിലായോ? അത് വളരെ ശ്രദ്ധിച്ച് 2 സൈഡും സൈഡ് മിറർ എപ്പോഴും നോക്കുക. ഫ്രണ്ട് നോക്കുന്ന കൂട്ടത്തിൽ തന്നെ സൈഡ് മിറർ നോക്കിക്കോണം. അത് ഈ വലിയ വണ്ടികൾ, ലോറികളൊക്കെ ഓടിക്കുകയല്ലേ? ലോറികൾ ഓടിച്ചുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ എപ്പോഴും നമ്മൾ സൈഡ് മിറർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഓവർടേക്ക് ചെയ്ത് കയറി പോകാനൊക്കെ നോക്കുമ്പോഴും
അല്ലെങ്കിൽ നമ്മൾ ബാക്കിൽ വന്ന് വണ്ടി വരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും. എങ്ങനെയുണ്ട് കുഞ്ഞി, അമ്മ ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. എനിക്ക് അഭിപ്രായമേ ഇല്ലെന്നാണോ നീ പറയുന്നത്? അങ്ങനെയാണോ? അവരുടെ കിട്ടുവാണെങ്കിൽ ഒന്ന് പറപ്പിക്കാന്ന് ഓർത്തിരിക്കുമ്പോഴേ അങ്ങനത്തെ പറപ്പീരൊന്നുമില്ല. നമ്മളെപ്പോഴും മര്യാദ. കല്യാണമൊക്കെ കഴിഞ്ഞേ നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴേ അന്ന് ഏതാണ്ട് കഞ്ഞിയും കറിയൊക്കെ വെക്കാം, കടുങ്കാപ്പിയൊക്കെ ഇടാനേ ഒക്കെ അറിയുന്നുള്ളായിരുന്നു. ഇപ്പം പുരോഗമനമായില്ലേ, ഇപ്പം വണ്ടി ഓടിക്കാറായി. ഞാൻ എൻ്റെ സ്വന്തം വണ്ടി ഓടിച്ച് എൻ്റെ സ്വന്തം വീട്ടിൽ വരുമെന്ന് പറഞ്ഞ പോലെ ബിരിയാണി വെക്കാറായി. ബിരിയാണി വെക്കാറായി. എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു അല്ലേ? 20 വർഷത്തെ എക്സ്പീരിയൻസ്. അന്ന് ഓടിച്ചു തുടങ്ങിയായിരുന്നെങ്കിൽ ഇന്ന് സെറ്റായി. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളല്ലേ. ഇതാകുമ്പോൾ പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞത്. പാടാ. എങ്ങനെയുണ്ട്? നമ്മൾ വണ്ടിയെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞില്ല ഓടിച്ചു നോക്കിയിട്ട്. അടിപൊളിയല്ലേ? അടിപൊളിയാണോ? നമ്മൾ വന്ന് നമ്മൾ ചപ്പാത്ത് പാലത്തെ വരെ കയറി കേട്ടോ. അപ്പം ചപ്പാത്ത് പാലത്തെ വഴിയൊക്കെ വണ്ടി ഓടിച്ചെന്ന് പറയത്തില്ലേ? ഇത്രയും ദൂരത്തിൽ ആദ്യമായിട്ടായിരിക്കും അല്ലേ? ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിറങ്ങിയ ഇടയ്ക്ക് കോഴഞ്ചേരിന്ന് വീട്ടിൽ വരെ ഞാൻ വണ്ടി ഓടിച്ചു. ഓർക്കുന്നുണ്ടോ? അത് ശരിയായിരുന്നല്ലോ. ഓർക്കുന്നുണ്ടോ? ഇറങ്ങിയ സമയത്ത്. അത് ശരിയാ. അപ്പം ഞാൻ എന്തേലും നിർബന്ധിച്ചിട്ടാ ഓടിച്ചേ? അല്ല, അന്നേരം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു വണ്ടി ഓടിക്കാൻ. പിന്നെ എങ്ങനെ ഇൻട്രസ്റ്റ് പഠിച്ചിറങ്ങിയ ഇടയ്ക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എങ്ങനെ ഞാൻ ഓടിക്കാതായത്? അത് കഴിഞ്ഞ് പിന്നെ വണ്ടി ഓടിക്കണമെന്നുള്ളൊരു ചിന്തയില്ലായിരുന്നു, അതുകൊണ്ട് ഓടിച്ചില്ല. അത് മാത്രമാണോ? അതെ. പിന്നെ എന്നാന്നറിയോ, ഈ നമ്മളെ കൂടെ ഇരുന്ന് നമ്മൾ ഓടിക്കുമ്പോഴത്തേക്കും വണ്ടി അയിലയിലൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ വായി വരുന്നെല്ലാം പറയല്ലേ. അതുകൊണ്ടാണ്. അത് ശരിക്കും അങ്ങനെ തന്നെയാ. ഞങ്ങളൊക്കെ അന്നേരം ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രതീഷ് ചേട്ടൻ്റെ വായിൽ നിന്ന് എന്തെല്ലാം കേട്ടിട്ടാ പഠിച്ചതെന്നറിയാമോ? കേട്ടാനൊന്നും കയ്യും കണക്കുമില്ല. അടിയോ, അടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തലയുടെ പുറകിൽ ഇങ്ങനെ കൈ വെച്ചേക്കും. എന്നതേലും കുഴപ്പം കാണിച്ചു കഴിഞ്ഞാൽ ഒറ്റ അടിയാ. അപ്പൊ നമ്മൾ അടി കിട്ടുമെന്ന് ഉറപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്നേരം തല മുന്നോട്ടങ്ങ് കുനിച്ചു പോകും, തെന്നി പോണം. ലോറിയല്ല, ജീപ്പ് ഓടിച്ച് പഠിപ്പിച്ചോണ്ടിരുന്നപ്പോ അങ്ങനെ എന്തേരം അടി ഇടിയും തെറിയും ഒക്കെ കേട്ടാ പഠിച്ചതെന്നറിയാവോ? അതുകൊണ്ടാണ് ഇപ്പൊ ഒരുമാതിരി കുഴപ്പമില്ലാതൊക്കെ ഓടിക്കാൻ പറ്റുന്നേ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലതും അറിയണോ? ഒന്നും അറിയണ്ട, ചുമ്മാ ഇരുന്ന് ഓടിച്ചാൽ മാത്രം, സ്റ്റിയറിംഗ് മാത്രം നോക്കിയാൽ മതി. നിങ്ങൾ ഈ 10-20 വർഷത്തെ നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചാ നിങ്ങൾ പറയുന്നത്. അത് വെച്ച് ഞങ്ങളെ ജഡ്ജ് ചെയ്യരുത്. നിങ്ങളെ അങ്ങനെ ജഡ്ജ് ചെയ്യുന്നതല്ല, നിങ്ങൾ ഞങ്ങളുടെ ആ ലെവലിലേക്ക് എത്തണം. ഒരു ലെവലിലേക്ക് ഞങ്ങള് ക്ഷമ കാണിക്കുന്നുണ്ട്. ഞങ്ങള് ക്ഷമ കാണിക്കുന്നതുകൊണ്ടാണല്ലോ നിങ്ങളിപ്പോ ഇങ്ങനെ ഓടിക്കുന്നേ. ഞങ്ങള് നിങ്ങളെ ഈ വഴക്കൊക്കെ പറയുമ്പോഴേ നിങ്ങളെ വേറൊന്നും വിചാരിക്കില്ല, നിങ്ങൾ അങ്ങനെ നന്നാകാൻ വേണ്ടിയിട്ടാണ് മാത്രമാണ്. അതെന്നാന്നറിയോ, ഈ സൈഡ് സീറ്റിലും പുറകു സീറ്റിലും ഒക്കെ ഇരുന്ന് കഴിയുമ്പോ നമുക്ക് ഓടിക്കാൻ പറ്റും. പറയുന്ന ഡയലോഗ് പോലെ വഴക്ക് പറയുന്നത് നിങ്ങളുടെ നല്ലതിന് വേണ്ടി. അല്ല, പുറകിലൊക്കെ ഇരുന്ന് കഴിയുമ്പോ നമുക്ക് സുഖമായിട്ട് ഭയങ്കര ഐഡിയ ഒക്കെയാ. പക്ഷെ ഈ ഡ്രൈവിംഗ് സീറ്റെ കയറി ഇരുന്ന് കഴിയുമ്പോ ഐഡിയ എവിടെ പോകുമെന്ന് അറിയത്തില്ല. കുഴപ്പമില്ല, പതുക്കെ ഐഡിയ ഒക്കെ ആയിക്കോളും. ഇപ്പൊ നമ്മള് ഇവിടം വരെ ആയില്ലേ. ഈ പ്രാവശ്യം കുട്ടിക്കാലത്ത് നിർത്തിട്ട് ചപ്പാത്തൊക്കെ കഴിഞ്ഞ് പോകുന്നല്ലോ. ഇപ്പൊ വീട്ടിൽ കൊണ്ട് നിർത്താം കേട്ടോ, വീട്ടിലോട്ടൊക്കെ പോട്ടെ. അപ്പൊ നമ്മൾ അങ്ങനെ വെള്ളിലാങ്കണ്ട് പോയി കേട്ടോ. ഏറ്റവും വലിയ മൺപാലത്തിൽ കൂടെയും ഓടിക്കാൻ പോകുന്നു. ആണോ? സ്വന്തം നാട്ടിൽ കൂടെ. നേരത്തെ കിലോ ഓടിച്ചിട്ടുണ്ടല്ലോ, ഇത്രയും ദൂരം ഒറ്റ ഇരിപ്പിന് ഓടിച്ചിട്ടില്ലല്ലേ? കുറച്ച് ഓടിക്കും, പിന്നെ നമ്മൾ വഴക്ക് പറയുന്ന അനുസരിച്ച് ഞാനിവിടെ നിർത്തുക എന്ന് പറയും. ഇപ്പം ഏതായാലും വലിയ കുഴപ്പമില്ലാതെ അത്യാവശ്യം ദൂരമൊക്കെ ഓടിക്കാന്നുള്ളൊരു കോൺഫിഡൻസ് ആയി അല്ലേ? എങ്ങനെയുണ്ട്? അതെ. ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ വേറെ ഒരു കാര്യവും ശ്രദ്ധിക്കരുത് കേട്ടോ. ഡ്രൈവ് ചെയ്യുന്ന കാര്യത്തിൽ മാത്രമായിരിക്കണം ശ്രദ്ധ. നമ്മൾ എത്ര ദൂരം നമുക്ക് കാഴ്ച കാണാവോ അത്രയും ദൂരം നമ്മൾ ശ്രദ്ധിക്കണം. ഏറ്റവും തൊട്ടടുത്ത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് ഒരു മീഡിയം സ്പീഡ് എടുക്കാൻ പറ്റത്തില്ല.
അപ്പോൾ ഏറ്റവും അകലെ കാണുന്നിടം വരെ നമുക്ക് കാണാമെങ്കിൽ അത്രയും സ്ഥലത്ത് വണ്ടി ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഭാഗം വരെ നമുക്ക് സ്മൂത്തായിട്ട് ചെല്ലാം. പിന്നെ വളവിനായിരിക്കും. അപ്പോൾ ആ വളവ് ചെല്ലുമ്പോൾ മാത്രം അയക്കുക. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഓടിച്ചോടിച്ച് പോകാം. നമുക്കറിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. എൻസൈക്ലോപീഡിയ ആയിരുന്നു പറയുന്നത്. വലിയ കാര്യമൊക്കെ പറഞ്ഞാ നമ്മൾ പതുക്കെ പതുക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഒരു വളവ് വരെ കണ്ടോ, ആ വളവ് വരെ നമുക്ക് കറക്റ്റായിട്ട് കാണാം. അപ്പോൾ വേറെ വണ്ടിയൊന്നുമില്ല, നമുക്ക് സ്പീഡിൽ ചെല്ലാം അവിടം വരെ. പിന്നെ ആ വളവ് കഴിഞ്ഞിട്ട് നമുക്ക് കറക്റ്റ് നേരെ കാണാവുന്നിടം വീണ്ടും ആകുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ വരുമ്പോൾ മാത്രം ഒന്ന് കാലയച്ചാൽ പോരെ. ഇങ്ങനെയൊക്കെ ആര് പറഞ്ഞു തന്ന് പഠിപ്പിക്കും? ഇത്രയും സ്നേഹത്തോടെ പറഞ്ഞു തന്ന് പഠിപ്പിക്കുന്ന ആരെങ്കിലും കാണുമോ? ഉണ്ടോ? ഇല്ല. കവലയെല്ലാം ഇഷ്ടം പോലെ ആളുണ്ടല്ലോ. അങ്ങനെ ഏതായാലും സ്വന്തമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് ഇവിടം വരെ വരാറായല്ലേ? പേടിച്ചു പോയോ? എനിക്ക് തോന്നി ഒന്നും ഒഴിയാടുന്നില്ല. കുട്ടി മിണ്ടണില്ല അല്ലേ? ഒരു കടുങ്കാപ്പിയെ കുടിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോകാം കേട്ടോ. അമ്മമ്മ വഴി സൈഡിൽ കൂടെ മുഴുവൻ ചെടി നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ എന്റെ ഡ്രസ്സിന്റെ കളറിലെ പൂവ്. നിന്റെ ഡ്രസ്സും ആ പിന്നെ പൂവെല്ലാം ഒരു കളറല്ല. ഇത് കണ്ടോ മറ്റേ പഴയ സൈസ് റോസ നിറയും പൂത്ത് നിൽക്കുന്നേ. ഇഷ്ടംപോലെ പൂവുണ്ടല്ലേ? പനിനീർ റോസ. പണ്ട് എല്ലാ വീട്ടിലും ഇല്ലായിരുന്നു ഈ റോസ. നല്ല മണമാണ് ഇതിന്. എന്നാ നല്ല മണമാണെന്ന് അറിയാനേ. ഇതെല്ലാം വെട്ടി വിട്ടതാ ഈയിടെ. ഇനി ഇതെല്ലാം തളർത്തിട്ട് നിറയെ പൂവാകും. ഇവിടെ ഈ ബോഗൺവില്ല നിറച്ച് പൂവുണ്ടായിരുന്നു. ഇത് റോസ് കളറ്. ഇനിയിപ്പോ പക്ഷെ ഇപ്പോഴായിരുന്നു അത് പൂക്കുന്ന സമയം. നേരത്തെ വെട്ടേണ്ടതായിരുന്നു. അവന് ഇഷ്ടപ്പെട്ടില്ലെന്ന്. അവനെ സ്കോർപിയോ ആണെന്നായിരുന്നു ഓർത്തത്. അതുകൊണ്ടാണോ ഇഷ്ടപ്പെടാതെ? അവൻ ഉറക്കമായിരുന്നു. അവനെ ചാടി എണീറ്റ് വന്നതാ. നല്ലല്ലേടാ വെള്ള വണ്ടി? മൂടായില്ല. ഞങ്ങളുടെ അതിനെക്കാട്ടിലും നല്ലത്. അല്ലെന്നോ? നമുക്കൊരു കടുങ്കാപ്പിയെ കുടിച്ചിട്ട് പോയേക്കാം അല്ലേ? കടുങ്കാപ്പി എടുത്തു. എനിക്ക് അവിടെ ചെല്ലണം അത്യാവശ്യമായിട്ട്. നമുക്ക് പോയേക്കാം അല്ലേ? കുടിച്ചിട്ട് വിട്ടേക്കാം. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.